ഹല്ലേലൂയ. ഇത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മള് ദൈവത്തെ ആരാധിക്കാനായിട്ട് ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ഇവിടെ ആദ്യമേ ഞാനൊരു വചനം വായിക്കാം. എഫേസ്യർ 2:8-9 ഇപ്രകാരം പറയുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പോലെ നമ്മുടെ ഒരു പ്രവൃത്തിയോ അല്ല, ദൈവത്തിന്റെ ദാനമാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വലിയ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഈ നല്ല സമയത്തിനായി, ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇത് അങ്ങ് ഉണ്ടാക്കിയ ദിവസമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദിവസത്തിൽ കർത്താവെ, ദൈവമേ, ആദ്യമേ തന്നെ ദൈവമേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങ് ചെയ്ത ഈ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, അങ്ങയുടെ സാന്നിധ്യത്താൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ലോകത്തിലായിരുന്നു കർത്താവെ. ഞങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ദൈവമേ. എങ്കിലും കർത്താവ് അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായതിനായി, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ വഴിനടത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ദൈവമേ, ഈ സമയം ഞങ്ങളുടെ നിലവുകളെയും ചിന്തകളെയും ഞങ്ങളുടെ ശരീരത്തെ മുഴുവൻ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, പൂർണ്ണമായിട്ട് അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവെ. ദൈവം ഞങ്ങളുടെ അവയവങ്ങളെയും കർത്താവെ ദൈവമേ ശുദ്ധിയുള്ള ആരാധനയായി കർത്താവെ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഇടവിടാതെ കർത്താവെ സ്തോത്രയാഗങ്ങൾ പുറപ്പെട്ടു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അധരം കൊണ്ട് കർത്താവ്, ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട്, ഞങ്ങളുടെ വികാരം കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ ജീസസ്, നമുക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് അവനെ പാടി വാഴ്ത്താം. ഇന്നത്തെ ആരാധനയിലേക്ക്, ആലയത്തിലേക്ക് കടന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്താം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുരാജാവിന്, യേശുരാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. എല്ലാ സൃഷ്ടികളും വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശു. യേശുരാജാവിന്, യേശുരാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. അവന്റെ ഓരോ സൃഷ്ടികളും വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നമ്മുടെ പാപമെല്ലാം, നിൻ കൃപയാൽ നീക്കിയല്ലോ. നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. നിൻ കൃപയാൽ നീക്കിയല്ലോ. ഇതിനായിരുന്നു എന്നെ നാമെന്റെ ശാപങ്ങൾ നീക്കി നിന്നതനാം
രാജാവിന് രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സാറാഫുകൾ ആരാധിക്കുക പരിശുദ്ധനെ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവിനെ. സ്വർഗം ആരാധിക്കുന്ന യേശുവിനെ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികളെല്ലാം സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശു. യേശുവോട് പറഞ്ഞാട്ടെ, അങ്ങയുടെ സന്നിധിയിൽ സന്നിധിയിൽ ഞാനിന്നു കുമ്പിടും. യേശുവിന്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങളിപ്പോൾ ആയിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിങ്ങൾ അങ്ങ് ആരാധിക്കുകയാണ്. നമുക്ക് ചേർന്ന് പാടാൻ എന്റെ ക്രിയയാണല്ല, മാത്രം ഞാനിന്നു കുമ്പിടും. ഞാനിവിടെ ആയിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് പാടാം. യേശു രാജാവിനെ. രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശു. യേശു മാത്രം ഉന്നതൻ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. എന്നേക്കും ജീവിച്ചിരിക്കുന്നവന് സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശു. രക്ഷിച്ചവന് കൃപയാൽ നീക്കിയല്ലോ ക്രൂശിന്മേൽ നമ്മുടെ പാപങ്ങൾ നീക്കി നമ്മളെ മക്കളാക്കി തീർത്തവന്. ഹല്ലേലൂയ. നാമെന്റെ ശാപങ്ങൾ നീക്കി നാമെന്റെ ശാപങ്ങൾ നീക്കി യേശുവിന്. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശു. മഹത്വത്തിന് യോഗ്യനായവന് യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. ബഹുമാനത്തിന് യോഗ്യന്. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ സർവ്വ സൃഷ്ടികളും യേശുവിനെ മാത്രം വാഴ്ത്തട്ടെ. സ്വർഗ്ഗം ആരാധിക്കുന്ന പരിശുദ്ധന് നമുക്ക് അധരങ്ങൾ തുറന്നുകൊണ്ട് അവനെ വാഴ്ത്തി പാടാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൃപ എത്ര വലുതാണ് കർത്താവേ. ദൈവമേ, അങ്ങയുടെ നടത്തിപ്പ് എത്ര വലിയതാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നു, ഇസ്രായേൽ മക്കൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരുന്നു. അതുകൊണ്ട് ആ മഹാമാരി അവരെ വിട്ട് മാറിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രതിസന്ധിയെ നോക്കി നമ്മൾ പറയണം, ഹേ മരണമേ, പാതാളമേ, നിന്റെ ജയം എവിടെയാണ്? ഹല്ലേലൂയ. എന്റെ മുകളിൽ എന്റെ യേശുവിന്റെ രക്തമുള്ളതുകൊണ്ട് അതിനൊന്നും നമ്മുടെ മേൽ ജയമില്ല. നമ്മൾ എല്ലാവരും ജയിച്ചവരാണ്, ജയാളിയായ യേശുവിന്റെ കൂട്ടുകൊലക്കാരാണ്. ഹല്ലേലൂയ. ആ പ്രശ്നങ്ങളെ നോക്കി നമുക്ക് പാടാം, പാതാളമേ, മരണമേ, നിന്റെ ജയം എവിടെയാണ്? പ്രശ്നങ്ങൾ എത്ര വലുതായാലും രാജാക്കർ എത്ര ശക്തന്മാരായാലും നമുക്ക് ഒരുമിച്ച് പാടാം. പാതാളമേ, മരണമേ,
നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ വീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ വീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിന്റെ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ നാം പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. എന്തെല്ലാമെതിരെ വന്നാലും ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുമ്പും പിമ്പും പിടിപ്പെടുത്തിടുമ്പോൾ. ഹല്ലേലൂയ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുമ്പും പിമ്പും പിടിപ്പെടുത്തിടുമ്പോൾ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. ജയത്തിന്റെ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. ശക്തരായ രാജാക്കൾ വന്നാൽ, ശക്തരായ രാജാക്കളാം സിയോനിൽ മോഹം വന്നാൽ. ശങ്ക വേണ്ട, ശങ്ക വേണ്ട, ഭീതി വേണ്ട, കാരണം ശക്തൻ നിൻ നായകൻ. എത്ര പേർ വിശ്വസിച്ച് പാടും? ശക്തരായ രാജാക്കളാം സിയോനിൽ മോഹം വന്നാൽ. ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നിൻ നായകൻ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. പാടിയട്ടെ ഹല്ലേലൂയ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദിന്റെ കവിയത്തില്ല. അഗ്നിയതിൽ നാലാമത്താം അറിവിൽ നടകൊണ്ട് അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദിന്റെ കവിയുകില്ല. അഗ്നിയതിൽ നാലാമത്താം അറിവിൽ നടകൊണ്ട്. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. പോയാലും ഭൂമിയിൽ പായും ഒഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ പ്രത്യാശയുണ്ട്. ഭൂമിയിൽ പായും ഒഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താരാവർത്തിക്കുമേ. എനിക്കാനന്ദം, എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്.
സന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും നിന്നെ കണ്ടിരുന്നവൻ നിന്നെ മാറവണയ്ക്കും നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ നിന്നെ കണ്ടിരുന്നവൻ നിന്നെ മാറവണയ്ക്കും നിന്റെ ദുഃഖമെല്ലാം തീർത്ത് സന്തോഷത്തോടെ പാടാൻ എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ നമ്മോടൊക്കെയും നിത്യമായ രാജ്യത്തിരിക്കും അവിടെ ദുഃഖമില്ല വേദനയുമില്ല വിശ്വസിക്കുന്നു അവിടെ ദുഃഖമില്ല ഭീതിയുമില്ല നിന്റെ നിത്യമാണവൻ നിന്റെ രാജാവാണവൻ നിന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക നിന്റെ നിത്യമാണവൻ നിന്റെ രാജാവാണവൻ നിന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ നമ്മോട് കൂടെ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ പല കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാൽ നല്ല സത്യം തന്നെ സ്തോത്രം എത്ര കഷ്ടങ്ങൾ വന്നാലും ഞാൻ സ്തോത്രം ചെയ്യുന്നതാകും തന്നെ സ്തോത്രം ചെയ്തിടാം ദുഃഖങ്ങളിലും ഞാൻ നന്മയെ കാണും എന്റെ കർത്തനെ ഞാൻ സ്തോത്രം ചെയ്തിടും ദുഃഖങ്ങളിലും ഞാൻ നന്മയെ കാണും എന്റെ കർത്തനെ ഞാൻ സ്തോത്രം ചെയ്തിടും എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ എന്റെ നിത്യമായ രാജ്യത്തിരിക്കും അവിടെ ദുഃഖമില്ല ഭീതിയുമില്ല എന്നെ നിത്യമായ രാജ്യത്തിരിക്കും അവിടെ ദുഃഖമില്ല ഭീതിയുമില്ല എന്റെ നിത്യമാണവൻ നിന്റെ രാജാവാണവൻ നിന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക രാജാവായ ദൈവം നമ്മുടെ പ്രിയനായിട്ട് നമ്മുടെ രാജാവാണവൻ ആ സന്തോഷത്തോടെ എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ ഒരുമിച്ച് പാടാം എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ആ മുടങ്ങായ പുത്രനെ പോലെ എത്ര ദൂരം നമ്മൾ പോയാലും ഹല്ലേലൂയ തിരികെ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ മാറോടണച്ച് മോതിരമണിയിച്ച്
ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവം, നമ്മുടെ തിരിച്ചു വരവിനായി കാത്തിരിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് പാടാം, ഈ ദൈവം എന്റെയും ദൈവമാണ്. ഈ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം. ഹല്ലേലൂയ. ഇസഹാക്കിനെ നടത്തിയ ദൈവം, ഈ ദൈവം എന്റെയും ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി നമുക്ക് അവനെ ആരാധിക്കാം. നമുക്ക് പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കാം. ഹല്ലേലൂയ. ഓ ജീസസ്, ദൈവമേ നിങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവേ എന്നെ മാറ്റി നിർത്തി നിമിഷം ദൈവമേ
ഇസ്രായേലിൻ രാജനേ അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസ്ഹാക്കിനിടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം അവൻ നമ്മെ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തോട് പറയാമോ, യേശുവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയ്ക്ക് പ്രസാദമുള്ളത് അങ്ങ് എന്നിൽ നിവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റുന്ന ദൈവം ആരാധന വിശ്വസിക്കുന്നു. വളരുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേകമേ നിമിഷമേ ആരാധന ഒരു നിമിഷം നമുക്ക് പൂർണ്ണമായിട്ട് യേശുവോട് പറയാം, കർത്താവേ, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം കർത്താവേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണ്ടതിന്, നിങ്ങളുടെ ജീവിതം മൂല്യമാക്കേണ്ടതിന് കർത്താവ് ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, നമ്മുടെ കൂട്ടായ്മ ഞങ്ങളുടെ കൂടെ വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നേക്ക് നിലനിൽക്കുന്ന ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാക്കി തീർക്കണമേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ വരവിനായി പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളിലുടനീളം അങ്ങയുടെ ഹിതം അന്വേഷിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ പോകുമെന്ന പ്രത്യാശയിൽ ആ വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷം കൊണ്ട് നമുക്ക് ഈ സമയം നമ്മുടെ സന്നിധിയിലായിരിക്കാം. കർത്താവേ, നിങ്ങളുടെ വചനം നിങ്ങളുടെ ഉള്ളിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൂട്ടായ്മയ്ക്കായിട്ട് നിങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മഹത്വം ഉണ്ടാകട്ടെ. ഒരു തിരുവചന ഭാഗം വായിച്ചതിന് ശേഷം നമുക്ക് കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് കടക്കാം. എളിയവരോട് സദ്വർത്തമാനം പറയുവാനും വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തകർന്നവർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയം കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവൻ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവീകന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യനഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും. പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരുമായിരിക്കും. നിങ്ങളോ ദൈവത്തിന്റെ പുരോഹിതൻ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരെയൊക്കെ അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. യെശയ്യാ പ്രവാചകൻ ദർശനത്തിലൂടെ കാണുകയാണ്. ഇന്ന് നമുക്കും ഇത് അനുഭവമാണ്. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ യേശു മതിയായ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ദുഃഖിതന്മാരെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ ദൈവം മതിയായവനാണ്. ഇന്ന് നമുക്കും ഇത് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ദുഃഖത്തിലായിരിക്കുന്നു, വിഷണ്ണ മനസ്സിലായിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യാശയുണ്ട്. ദൈവം മതിയായവൻ, അവൽ പ്രത്യാശ വയ്ക്കുന്നവൻ എല്ലാം നടത്തിത്തരും. നമുക്ക് കർത്തൃമേശ ശുശ്രൂഷയിലായിരിക്കാം, സ്തോത്രത്തോടെ ആയിരിക്കാം. ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാവുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇതിലേക്ക് കൈനീട്ടുവാനുള്ള യോഗ്യത വെള്ളത്തിൽ മുങ്ങി സാക്ഷീകരിച്ചവർക്കും യേശുവിനെ പരസ്യമായി സാക്ഷീകരിച്ചവർക്കും ഇതിൽ നിന്ന് കഴിക്കുവാനുള്ള അവകാശമുണ്ട്. അല്ലാത്തവർ പ്രാർത്ഥന ആയിരിക്കുക. ദേവദാസന്മാർ വന്ന് ഇപ്പോൾ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സമയമാണ്. നമുക്ക് ഒരു വചനം വായിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് കൊടുക്കാം. 2 കൊരിന്ത്യർ 9:6-7 വാക്യങ്ങൾ പ്രകാരം പറയുന്നു, എന്നാൽ
ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സമൂഹത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ ഇന്ന് നമ്മുടെ മിഷൻ സൺഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ന്യൂ ലൈഫ് കുടുംബം സൗത്ത് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രവൃത്തികളുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സഭ സ്ഥാപിക്കപ്പെടാത്ത അനേകം സ്ഥലങ്ങളുണ്ട്. അവിടെ സഭകൾ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അവിടെ ഇടയന്മാരെ അയക്കുന്നതിന് വേണ്ടിയിട്ട്, അവിടെ സുവിശേഷന്മാരെ വേണ്ടിയിട്ട്, ഈ ഗ്രാമങ്ങളിലും പട്ടണ വില്ലേജുകളിലും ആവശ്യമായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് കൂട്ടായ്മകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ മിഷൻ സൺഡേ എല്ലാ കൊല്ലവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്തോത്ര കാഴ്ച നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ പറയുന്നു, നിങ്ങൾ ലോകമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. നമ്മൾ ഇന്ന് ആ ദൈവരാജ്യത്തില് വിതയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അനേകർ ആത്മാക്കൾ വിടുതലിന് വേണ്ടി, അനേകർ കർത്താവ് മാനസാന്തര യേശുവിലേക്ക് ചേരുന്നതിന് വേണ്ടി, അനേക പുതിയ സഭകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി, അനേക സ്ഥലങ്ങളിൽ സുവിശേഷീകരണം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്തോത്ര കാഴ്ച ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനു വേണ്ടി വിതയ്ക്കുമ്പോൾ അത് സ്വർഗത്തിൽ കർത്താവ് നമ്മളെ കുറിച്ച് കാണുകയാണ്. ആ മഹാപ്രതിഫലം അവൻ വാരിയിൽ ദരിദ്രമായി കൊടുക്കുന്ന പോലെ ആ കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് നമ്മൾക്ക് ഇനിയും കൊടുക്കുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് തരുന്ന. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, കർത്താവ് ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ഒരു ദിവസം കൂടി ഞങ്ങൾക്കായി തന്നതൊക്കെ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ന്യൂ ലൈഫ് ചർച്ചിന്റെ കീഴിലുള്ള അനേക സ്ഥലങ്ങളിൽ ഇപ്പോഴും സഭകൾ സ്ഥാപിച്ചിട്ടില്ല. അവിടെയെല്ലാം സഭകൾ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി, അവിടെയെല്ലാം സുവിശേഷകന്മാരെ അയക്കുന്നതിന് വേണ്ടി, ഇടയന്മാരെ ആക്കി വെക്കുന്നതിന് വേണ്ടി, കർത്താവേ, അവിടെയെല്ലാം ഭാരപ്പെടുന്ന കഷ്ടപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി അടിയങ്ങൾക്കും കൊടുക്കുവാൻ തന്ന കൃപക്കായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങനെ രാജ്യത്തിൽ വിതക്കാൻ തന്ന നല്ല കൃപക്ക് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ മനസ്സൊരുക്കത്തോടെ കൊടുക്കുന്നതിനാൽ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ കൃപ അടിയങ്ങളിൽ പെരുകുവാൻ തക്കവണ്ണം അങ്ങ് ശക്തനാകുന്നതിനാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പ. ദൈവമേ, ആർക്കെങ്കിലും കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെയും കൊടുക്കുന്നവരാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങളുടെ കാതുകളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, കാതുകളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവശബ്ദം ഞങ്ങളിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ, ബലപ്പെടുത്തണമേ, പരിശുദ്ധ ആത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവത്തിന്റെ വേല ഞങ്ങളിലൂടെ പൂർണ്ണമായി തീരുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ജീസസ്, വി ഗിവ് യു ഗ്ലോറി. കർത്താവേ, ഞങ്ങൾ സകല മഹത്വവും പുകഴ്ചയും ആരാധനയും ക്രിസ്തു മുഖാന്തരം പിതാവിന് നൽകുന്നു. ആമേൻ. ഹല്ലേലൂയ. അത്രയൊക്കെ സന്തോഷമുണ്ട്. ആമേൻ. നമ്മൾ ഓരോ പ്രാവശ്യം കർത്താവിന്റെ സന്നിധി വരുന്നത് സന്തോഷത്തിന് കാരണമായി തീരണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സന്തോഷിക്കുവാനാണ്. കർത്താവിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ കർത്താവ് വന്ന് പ്രവേശിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇന്നലെ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടു. ഭയങ്കര സന്തോഷം. എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആരുണ്ട്? യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ആ സന്തോഷത്തിന്റെ പൂർണ്ണത. നമ്മള് അല്ലെങ്കിൽ വിഷമിച്ച് ജീവിതമെല്ലാം ഇങ്ങനെ മുരടിച്ചു പോകുമ്പോൾ, ബോറടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കർത്താവിന്റെ നിറവിലാണ് നമ്മൾ എല്ലാവരും നിൽക്കേണ്ടത്. എല്ലാവരും അങ്ങോട്ടും നോക്കി ചിരിച്ച് ഇങ്ങനെ
ബുളിങ്കാസ് അടിച്ച് നിൽക്കല്ലേ. കർത്താവിന്റെ സന്നിധി നിറവോടുകൂടി നിൽക്കണം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ ആഴ്ച ഇല്ലെങ്കിൽ ഈ മാസം നമ്മുടെ ഒരു മിഷണറി മന്തായിട്ട് നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചു. ന്യൂ ലൈഫിലെ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ വിഷയങ്ങൾ വേണമെങ്കിൽ പാസ്റ്റർ തരും. ആ വിഷയങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ന്യൂ ലൈഫിന്റെ പല പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും മിഷണറിമാരാണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ പാസ്റ്റർ എന്നില്ല, ഇല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്നില്ല. നമ്മളെല്ലാവരും ശുശ്രൂഷകന്മാരാണ്. പിന്നെ ചിലർക്ക് ഒരു എക്സ്ട്രാ ഉത്തരവാദിത്വം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവരോട് കൂടുതൽ ചോദിക്കുകയും ചെയ്യും. ഉത്തരവാദിത്വം ഉള്ളവരോട് കർത്താവ് കൂടുതൽ ചോദിക്കും. അപ്പോൾ എല്ലാവരും കർത്താവിന്റെ വേല വേലക്കാരാണ് ഞാനും നിങ്ങളും. അപ്പോൾ കർത്താവിന്റെ വേല ചെയ്യണം. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. അപ്പോ സഭകൾ സ്ഥാപിക്കുവാൻ എവിടെ നിന്ന് ആൾക്കാർ വരും എന്നുള്ള ചോദ്യമുണ്ട്. നമ്മളെ തന്നെ ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ തൊട്ട അയൽക്കാരനെ നോക്കിയാൽ മതി. ദൈവം നമ്മളെ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. വേറെ ആരെയും ബൈബിൾ സ്കൂളിൽ നിന്നോ ബൈബിൾ കോളേജിൽ നിന്നോ ആരും കൊണ്ടുവരാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ തന്നെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും കർത്താവിന്റെ വേല ചെയ്യാനൊരു ആഗ്രഹം നമ്മൾ കർത്താവിനോട് പറ. കർത്താവ് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവം എന്നെയും നിങ്ങളെ ദൈവത്തിന്റെ ആ പദ്ധതിയിലേക്ക് നമ്മളെ ചേർക്കുകയാണ്. നമ്മളെ ആരുടെയും കഴിവ് കണ്ടിട്ടല്ല. കഴിവ് കാണാൻ നോക്കി എനിക്ക് പ്രസംഗിക്കാൻ പോലും അറിയാത്ത ഒരാളാണ്. പോട്ടെ, വചനം പോട്ടെ, പ്രസംഗിക്കാൻ പോലും അറിയാത്ത ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അങ്ങനെ പലരും ഉണ്ടാവും. എനിക്ക് ഒരു കഴിവില്ല എന്ന് പറയുന്നവരുണ്ടാവും. പേടിക്കണ്ട, കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കും. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങളെ ഹൗസ് ചർച്ചുകൾ ഇല്ലെങ്കിൽ ചെറുകൂട്ടങ്ങളിൽ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുക. നിങ്ങൾക്ക് ദൈവം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ ഒരു വചനമാണെങ്കിൽ അത് പങ്കുവെക്കുക. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ദൈവം നിങ്ങളെ അയച്ചിരിക്കുന്നത് അവിടെ മിഷണറിമാരായിട്ടാണ്. അവരോട് ക്രിസ്തുവിനെ പങ്കുവെക്കുക. ക്രിസ്തുവിന്റെ സന്തോഷം നിങ്ങളിൽ നിറഞ്ഞ് അവർ കാണണം. നിങ്ങളും അവരെ പോലെ ദുഃഖിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ മിക്കവാറും അവർ നിങ്ങളുടെ അടുത്ത് ആരും വരാൻ പോണില്ല. നമ്മളെപ്പോഴും ആൾക്കാരെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് നമ്മളിലുള്ള ദൈവത്തെ അവർ കാണുമ്പോഴാണ്. ഹല്ലേലൂയ. അവർക്ക് സൊല്യൂഷൻ വേണം. അവരുടെ പ്രശ്നങ്ങൾക്കൊരു ഉത്തരം വേണം. അത് ഞാനും നിങ്ങൾക്കും ആ ഉത്തരം നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലും ഉണ്ട്. പക്ഷെ അത് നമ്മളുടെ മുഖത്തും കാണണം. നമ്മളിലേക്ക് വരാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുകയും വേണം. നമ്മൾ സുതാര്യത വേണം, സന്തോഷം വേണം. ആ ഒരു എന്താണ് അതിന് പറയുന്നത്? അവരെ അട്രാക്ട് ചെയ്യാൻ തക്കവണ്ണം ക്രിസ്തു എന്നിൽ പ്രതിഫലിക്കണം. അടുത്ത ആള് പറ, ക്രിസ്തു എന്നിൽ പ്രതിഫലിക്കണം എന്ന് പറ. ക്രിസ്തു പ്രതിഫലിച്ചില്ലെങ്കിൽ നമുക്ക് ആരെയും നമ്മുടെ മാനുഷികമായിട്ടുള്ള ഒരു തന്ത്രവും അവിടെ വർക്ക് ചെയ്യില്ല. ആമേൻ. ക്രിസ്തു നമ്മളിലൂടെ പ്രതിഫലിക്കുമ്പോൾ ജനങ്ങൾ എന്റെയും നിങ്ങളുടെ അടുക്കൽ വന്ന് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഇവിടെയുണ്ട് എന്നവർ പറയുകയും കർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം ദൈവം തരികയും ചെയ്യും. ആമേൻ. അനേകം പേർ ക്രിസ്തുവിനെ കാണുകയും ക്രിസ്തുവിനെ അറിയുകയും ഇതെല്ലാം നമ്മളിലൂടെ ദൈവം ചെയ്യുന്നത് വലിയൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ കഴിഞ്ഞ 40 വർഷത്തിനുള്ള അനേകം പേര് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതെല്ലാം അത്ഭുതകരമായിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. ഞാൻ തുടർന്ന് പറയുകയാണ്, വിശ്വസ്തനായിട്ടുള്ളവൻ നിങ്ങളുടെ കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ്. അവൻ നിന്റെയും എന്റെയും കൂടെയുണ്ട്. അവൻ എന്നെയും നിങ്ങളെയും അവന്റെ ഉപകരണങ്ങളായി ഉപയോഗിച്ച് ഞാനും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും കഴിവ് കണ്ടിട്ടല്ല, നമുക്കതൊന്നുമില്ല. എന്നാൽ അവന്റെ കഴിവ് നമ്മിലൂടെ പ്രകടമാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവന് വേണ്ടി ഞാനും നിങ്ങളെ ലഭ്യമാകുക എന്നതാണ് എന്റെയും നിങ്ങളുടെയും ദൗത്യം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാനും നിങ്ങളും തുനിയുമ്പോൾ അവൻ നമ്മെ തക്കതായിട്ട് ഉപയോഗിക്കും. എന്റെ നിങ്ങളുടെ കഴിവ് വെച്ച് നമ്മൾ ചെയ്താൽ ജഡത്തിൽ അവസാനിക്കും, ഒന്നും നേടാൻ പറ്റില്ല. എന്നാൽ കർത്താവിന് നമ്മുടെ ജഡം വേണ്ട, കർത്താവിന് എന്റെ നിങ്ങളുടെ ശരീരങ്ങളെ വേണ്ടത് അവന് ഉപയോഗപാത്രമായി തീരുവാൻ വേണ്ടി മാത്രമാണ്.
അവന്റെ കഴിവ് നമ്മിലൂടെ പ്രകടമാകും. അവന്റെ ജീവൻ നമ്മിലൂടെ പ്രതിഫലിക്കും. അവന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ തരുന്ന വാക്കുകളായിരിക്കും. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളങ്ങളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അവന്റെ ആ സാന്നിധ്യം നീ നിറയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ, ജീവൻ ഉളവാക്കുന്ന വാക്കുകൾ, ജീവൻ ഉളവാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അനേകം വ്യക്തികളിലേക്ക് പകർന്നു ചെന്ന് ജീവന്റെ വാക്കുകൾ ജീവൻ പകരുന്നതായി തീരും. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ ജീവന്റെ ആത്മാവിനെ പകരുവാനാണ്. ആ ജീവന്റെ ആ നിറവിൽ ഞാൻ നിങ്ങളുമായി തീരുമ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും ശക്തമായി അവന്റെ ഡ്യൂനാമിസ് പവർ നമ്മളുടെ പ്രകടമാകുവാൻ ഉപയോഗിക്കുമ്പോൾ ഞാനും നിങ്ങളും പവർ ഹൗസ് ആയി മാറും. അവന്റെ പവർ ഹൗസ് ആണ്. പറഞ്ഞേ, ഞാൻ അവന്റെ പവർ ഹൗസ് ആയി മാറും. അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിച്ച് ജീവന്റെ വാക്കുകൾ എന്റെയും നിങ്ങളുടെ നാവിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വചനം വായിച്ച് ആ ജീവന്റെ മൊഴികൾ ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ അനേകം പേരിലേക്ക് ജീവൻ ഉളവാക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ജീവന്റെ വചനം ഉണ്ടല്ലോ, നമ്മുടെ വായിൽ എടുത്ത് പഠിക്കണം നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ വചനം വായിക്കുമ്പോൾ വചനം പ്രഖ്യാപിക്കുക, വചനം ഏറ്റുപറയുക, വചനത്തെ ധ്യാനിക്കുക, വചനം മനഃപ്പാഠമാക്കുക. വചനം എന്ത് ചെയ്യണം? അതിനെ മനഃപ്പാഠമാക്കി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, അടിത്തട്ടിലേക്ക് അത് പകരുന്ന തക്കവണ്ണം എന്റെ ഉള്ളിലേക്ക് ഞാനും സംസാരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് പിന്നെ ജീവജലത്തിന്റെ നദികളാണ്, ഗർജിക്കുന്ന നദികളാണ്. ലോകത്തെ മാറ്റിമറിക്കുന്ന, ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന, രൂപാന്തരം പകരുന്ന ശക്തിയേറിയ വചനങ്ങളാണ് എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്ന് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സാധാരണക്കാരായ നമ്മള് അസാധാരണ രീതിയിൽ എന്റെ കർത്താവ് ഉപയോഗിക്കുവാനിടയായി തീരും. അനേകം പേർക്ക്, പ്രയാസമുള്ളവര്, രോഗികളായിരിക്കുന്നവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കെല്ലാം ജീവന്റെ വാക്കുകൾ എന്റെയും നിങ്ങളെയും കർത്താവ് നിക്ഷേപിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലല്ല, നമ്മുടെ ശക്തിയാലല്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് അനേകം സ്ഥലങ്ങൾ, നമ്മുടെ ന്യൂ ലൈഫിന്റെ വിഷൻ, ദർശനം എന്ന് പറയുന്നത് ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബൈബിളിന് അടിസ്ഥാനപ്പെട്ട സഭകൾ സ്ഥാപിച്ച് അനേകം സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് പടർന്ന് എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ കർത്താവിന്റെ വചനാശ്രിതമായിട്ടുള്ള, അനുസൃതമായിട്ടുള്ള സഭകൾ സ്ഥാപിച്ച് കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും. അതിനുള്ള മിഷണറി ഫണ്ട് നമ്മൾ ഈ ആഴ്ച കൊടുക്കും. നിങ്ങൾ ആരും കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത ആഴ്ച ചെക്ക് എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് എഴുതണം, മിഷൻ ഫണ്ട് എന്ന് എഴുതണം. ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മിഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 3.5 ലക്ഷം രൂപ കൊടുത്ത്, അതിന് മുമ്പത്തെ വർഷം 4 ലക്ഷം കൊടുത്തു. പക്ഷെ ഈ വർഷം അത്ര അങ്ങോട്ട് ഞങ്ങൾക്കൊരു 3.5 പോരാ, ഞങ്ങൾക്ക് അത് കൂടുതൽ വേണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് സർവീസിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പോകണം, അല്ലെങ്കിൽ അയക്കണം. കാര്യം മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ പോകണം, അല്ലെങ്കിൽ എങ്ങനെ അയക്കണം? എങ്ങനെ അയക്കണം? നല്ല ഓഫറിങ് കൊടുക്കുക. ആമേൻ. ദൈവം നിങ്ങളെ അയക്കുന്നവരാക്കി മാറ്റും. നിങ്ങൾ ചിലപ്പോൾ അറിയില്ല, കർത്താവിന്റെ സന്നിധിയിൽ പോകുമ്പോൾ കർത്താവേ എനിക്ക് പോകാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ അയച്ചു എന്ന് പറയാൻ പറ്റും. അടുത്ത ആൾ പറ, നല്ലൊരു ഓഫറിങ് കൊടുക്കണമെന്ന് പറ. ശരിക്കും പറ, അടുത്ത ആളുടെ പറ, നല്ലൊരു ഓഫറിങ് കൊടുക്കണമെന്ന് പറഞ്ഞ. ആമേൻ. ഏറ്റവും നല്ലത് കൊടുക്കുക. ദൈവത്തിന് സെക്കൻഡ് ബെസ്റ്റ് അല്ല, ബെസ്റ്റ് കൊടുക്കുക. ഈവൻ അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം പറയാം, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഈ ന്യൂ ലൈഫിന്റെ പ്രവർത്തനങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു വലിയ ഉത്സാഹം വർദ്ധിക്കാൻ ഇടയായിത്തീരും, ഞാനും നിങ്ങളും തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈവൻ നമുക്ക് ഉയർത്തി പറയാൻ പറ്റും, നമ്മൾ കൊച്ചിയിലെ സഭകളെല്ലാം ചേർന്ന് നല്ലൊരു ഓഫറിങ് ദൈവത്തിന് കൊടുത്തെന്ന്. ഈവൻ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണ വാക്ക് എഫീസർ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ മോനെ? എഫീസിയർ 2:10.
Ephesians chapter 2 verse 10. എന്താ വായിക്കുന്നത്? For we are his workmanship created in Christ Jesus unto good works which God hath beforehand ordained that we should walk. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്ത് പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദാറ്റ് മീൻസ് ദൈവം നമ്മളെ എല്ലാം മുൻപേ കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് എന്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ നല്ല പ്രവൃത്തികൾ എന്നിലൂടെയും നിന്നിലൂടെയും പുറപ്പെടുവിക്കുവാൻ. എന്നെ നിങ്ങളെ കണ്ടിരിക്കുക. ഹല്ലേലൂയ. കാലത്തിന് മുമ്പ്, നമ്മൾ വരുന്നതിനേക്കാൾ മുമ്പ് എന്നെയും നിങ്ങളെ കണ്ടൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അവന് സർവശക്തിയായതുകൊണ്ട്, സർവശക്തിമാനായതുകൊണ്ടും അവൻ സർവവ്യാപിയായതും എല്ലാം മുൻകൂട്ടി അറിയുന്നത് കൊണ്ടും അവൻ എല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് എന്നെ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നാൽ നാമും ഞാനും നിങ്ങളും വേണമെങ്കിൽ അവന്റെ പദ്ധതിക്ക് വേണമെങ്കിൽ ഒരു കുറവ് വരുത്താം, ഭംഗം വരുത്താൻ പറ്റും. എങ്ങനെയാണ്? ഞാനും നിങ്ങളും അവന്റെ പദ്ധതിക്കൊത്തവണ്ണം പ്രവർത്തിക്കാതെ പോയാൽ, ഹല്ലേലൂയ, ചെയ്യാൻ പറ്റും അങ്ങനെ. കാരണം എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു ഹിതം, അല്ലെങ്കിൽ ഒരു വിൽ പവർ, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് വേണമെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാം. ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചു, ഇനി ഞാൻ ചർച്ചിൽ വരുന്നില്ല എന്ന് ചിന്തിച്ചാൽ അത് തന്നെ. ഇല്ല, ഞാൻ ഇന്ന് സുവിശേഷം പറയാൻ ദൈവം ഒരാളെ അയച്ചു, ഞാൻ പറയുന്നില്ല, ഇന്ന് പറയാൻ മനസ്സില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ നടക്കും. അപ്പൊ ഞാനും നിങ്ങളും വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ടും നമുക്ക് നിൽക്കുവാൻ സാധിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പെർഫെക്റ്റ് വില്ലുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഞാനും നിങ്ങളും തുനിഞ്ഞറിയേണ്ടത്, എന്റെ ദൈവമേ, എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? എനിക്കത് വെളിപ്പെടുത്തി തന്നാൽ ഞാനത് അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം. എല്ലാവരും പറഞ്ഞേ, കർത്താവിന്റെ പദ്ധതി അറിയുമ്പോൾ അതനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവന്റെ പദ്ധതിയാണ് നമ്മിലൂടെ അവൻ നടപ്പിലാക്കുന്നത്. ഹല്ലേലൂയ. പലരും പറയും, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്റ്ററെ, കഴിഞ്ഞ ആഴ്ച ഞാൻ വലിയ തെറ്റില്ലായിരുന്നു, ഈ ആഴ്ച ഭയങ്കര ശ്രമിച്ചുകൊണ്ട്. ശ്രമത്തിൽ ഒന്നും നടക്കില്ല. ശ്രമിച്ചാൽ നീ തോറ്റുപോകും. ശ്രമമല്ല വേണ്ടത്, സമർപ്പണമാണ്. അടുത്താളോട് പറ, ശ്രമമല്ല സമർപ്പണമാണ്. നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും അവന്റെ ഉപകരണങ്ങളായി ഉപയോഗിച്ച് നമ്മിലൂടെ അവന്റെ പദ്ധതി നടപ്പിലാക്കുവാൻ ഞാൻ എന്റെ ശരീരത്തെ അവന് കൊടുക്കണം, എന്റെ മനസ്സിനെ ഞാൻ അവന് കൊടുക്കണം, എന്റെ ഇച്ഛാശക്തിയെ ഞാൻ അവന് കൊടുക്കണം, എന്റെ പ്രാണനെ അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. പൂർണ്ണമായിട്ട് ഞാൻ അവന് വേണ്ടി എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നല്ല പ്രവൃത്തി, വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ് എന്ന ആ ഒരു വചനം എന്നിലും നിങ്ങളിൽ നിവൃത്തിയാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പഴയ നിയമ സമയത്ത് നല്ല നീതിമാന്മാരായിട്ടുള്ള കുറെ വ്യക്തികൾ നമ്മൾ കണ്ടെടുത്ത. ഒരു പഴയ നിയമം വായിക്കുന്നുണ്ട്, അധികം പേര് വായിക്കുന്നില്ല, പോട്ടെ, വിട്ടുകള. ഇടയ്ക്ക് അടുത്ത ആൾ പറ, പഴയ നിയമം ഇടയ്ക്കൊക്കെ വായിക്കണമെന്ന് പറഞ്ഞില്ല. അടുത്ത ആളോട് പറ, ഒന്ന് തോണ്ടിയിട്ട് പറ, പഴയ നിയമം വായിക്കണമെന്ന് പറ, ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കണം. എന്താ കാരണം എന്നറിയാമോ? ഈ പഴയ നിയമം വായിക്കുന്ന പക്വതയുള്ളവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളതല്ല. പക്വത എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ചില തന്ത്രങ്ങള്, ദൈവത്തിന്റെ ചില സ്ട്രാറ്റജീസും യുദ്ധ തന്ത്രങ്ങളെല്ലാം അറിയണമെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ പോകണം. ദൈവത്തിന്റെ സ്വഭാവം അറിയണമെങ്കിൽ, ദൈവം എന്ത് രീതിയിലാണ് പ്രതികരിച്ചതെന്ന് അറിയണമെങ്കിൽ പഴയ നിയമത്തിൽ പോകണം. ആ പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും ഓരോ അവസ്ഥയിലും ദൈവം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന്, ദൈവം എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കിയതെന്ന് പഴയ നിയമത്തിൽ പോയാൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവം അറിയണമെങ്കിൽ പഴയ നിയമത്തിൽ പോകണം. പുതിയ നിയമത്തിൽ വേറെ രീതിയിലാണ് ദൈവത്തിന്. ഇന്ന് സഭയുടെ കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിലുള്ള, പഴയ നിയമത്തിൽ പോയാൽ കാണാൻ പറ്റില്ല. പുതിയ നിയമം വായിക്കണം, പഴയ നിയമം വായിക്കണം, കേട്ടോ, ബാലൻസ് ആയിട്ട് പോകണം. നമ്മൾ ഫുൾ ഗോസ്പൽ ചർച്ച, ഫുൾ ഗോസ്പൽ ചർച്ചാന്ന് പറഞ്ഞു, മനസ്സിലായോ? ഹാഫ് ഗോസ്പൽ അല്ല, ഫുൾ ഗോസ്പലാ. ആമേൻ.
ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, പഴയ നിയമത്തിൽ നോഹ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. എന്തുകൊണ്ടാണ് നോഹേനെ കർത്താവ് പിടിച്ചത്? അവനെന്താ, അവന് വല്ല കൊമ്പണ്ട? ഇവനെ ഇങ്ങോട്ട് വാടാ. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് നോ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ്. നോഹ കർത്താവിന്റെ മുമ്പിൽ കൃപ ലഭിച്ചവനായി തീർന്നു. എന്തുകൊണ്ട്? അവൻ നീതിമാനായതുകൊണ്ടാ. പഴയ നിയമത്തിൽ നമുക്കറിയാം, അബ്രഹാം എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവൻ അവിടെയെല്ലാം ഒരു യാഗപീഠം പണിതായിട്ട് കാണാൻ പറ്റും. അവൻ ശെക്കേമിൽ പോയി, അവൻ ബഥേലിൽ പോയി, അവൻ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? യാഗപീഠം പണിതായിട്ട് കാണാൻ സാധിക്കും. ഹി വാസ് എ വർഷിപ്പർ. അവരൊരു ആരാധകനായിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ നീതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ നീതിയും പഴയ നിയമത്തിൽ നീതി വ്യത്യാസമുണ്ട്. ഇന്ന് ചോദിച്ചാൽ ഞാൻ നീതിമാനാണോ? ഞാൻ നീതിമാനാണ്, പക്ഷെ ക്രിസ്തുവിലാണ് ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ നീതി അവന്റെ നീതിയാണ്. പറഞ്ഞേ, എന്റെ നീതി അവന്റെ നീതിയാണ്. യേശുവിന്റെ നീതിയാണ് എനിക്ക് പകർന്നു നൽകപ്പെട്ടിരിക്കുന്നത്, എന്റെ നീതിയല്ല. ഹല്ലേലൂയ. എനിക്ക് നീതിയില്ല. കാരണം വചനം പറയുന്നത് ഒരുവൻ പോലും നല്ലതല്ല, സകലരും നീതികെട്ടവരായി തീർന്നുവെന്ന് റോമർ 3-ാം അധ്യായം 10-ാം വാക്യം, 3-ാമത്തെ അധ്യായത്തിൽ 10-ാം വാക്യം പറയുന്നത് സകലം ഒരുപോലെ തെറ്റിപ്പോയി നീതിയില്ലാത്തവരായി തീർന്നെങ്കിൽ എനിക്ക് വേറൊരു നീതി കർത്താവ് തന്നത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം മൂലം. റോമർ 3:21 പറയുന്ന പ്രകാരം അവനിലുള്ള വിശ്വാസം മൂലം എന്നെ അവൻ നീതീകരിച്ചൂടെ. വായിക്കാം നമുക്ക്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അർത്ഥം പറ, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം ഇതാണ്: ന്യായപ്രമാണം പ്രമാണിച്ചാൽ നിനക്ക് നീതീകരിക്കപ്പെടാമായിരുന്നു. എന്നാൽ ന്യായപ്രമാണം എല്ലാവർക്കും പ്രമാണിക്കാൻ പറ്റുമോ? ആർക്കും പറ്റൂല. ഒരുത്തൻ പ്രമാണിച്ചു, അവന്റെ പേര് യേശു എന്നാണ്. എന്നോട് ഒരാളെ ചോദ്യം ചോദിച്ച്, യേശു ന്യായപ്രമാണം മുഴുവൻ പ്രമാണിച്ചോന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എല്ലാം പ്രമാണിച്ചു. അപ്പൊ ശബത്ത് തെറ്റിച്ചോ? ശബത്ത് തെറ്റിച്ചോ? യേശു തെറ്റിച്ചോ? ആർക്കും അറിയില്ല. നമുക്ക് വചനെടുക്കാം. ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. എന്തുകൊണ്ടാണ് യേശുവിനെ അവർ ക്രൂശിച്ചെന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. യേശുവിനെ പീഡിപ്പിച്ചതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. 2:18 യോഹന്നാൻ 2:18 എടുത്തേ. ഇത് വല്ല വെണ്ടക്കാശത്തിലൂടെ കാണാൻ പറ്റുമോ? എന്താണ്? 5:18. സോറി, 2 അല്ല, 5:18. 5:18. എന്താ പറഞ്ഞേ? അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് യേശു ശബത്ത് ലംഘിച്ചെന്ന്. നിങ്ങൾ എല്ലാവരും ലംഘിച്ചെന്നല്ലേ? അതെ, ലംഘിച്ചെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. യേശു ശബത്ത് ലംഘിച്ചു എന്നവിടെ കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പൊ ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനകൾ യേശു ലംഘിച്ചില്ലേ? എന്തുത്തരം ഞാൻ നിങ്ങൾ കൊടുക്കുക അതിന്? ചോദിച്ചാൽ എന്ത് പറയണം? എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നത്തെ ശബത്ത് എന്ന് പറഞ്ഞ ഞായറാഴ്ചയാ. പഴയ ശബത്ത് എന്ന് പറഞ്ഞ ശനിയാഴ്ചയായിരുന്നു. ഇപ്പൊ ശബത്ത് ഞായറാഴ്ചയാക്കി. എവിടെ ആക്കി? ആരാക്കി? ക്രിസ്ത്യാനികൾക്ക് ചിലർക്ക് ഒരു വിവരമില്ല. ശബത്ത് എന്നാ? ശബത്ത് എന്നാ? ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ? അത് നിത്യ നിയമമാ. അത് മാറ്റാനൊന്നും പറ്റില്ല. ആർക്ക് മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്? ആർക്കും മാറ്റാൻ പറ്റില്ല. അത് ഹല്ലേലൂയ. കർത്താവിന്റെ നിയമം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അത് നിത്യ നിയമമാ. ശബത്ത് നാളിൽ പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷെ വേറൊരു നിയമം, അതിന്റെ മുകളിലൊരു നിയമമുണ്ട്. എന്താ നിയമം എന്നറിയാമോ? പുരോഹിതന്മാർ ശബത്തിനെ തെറ്റിച്ചാലും കുഴപ്പമില്ല. പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അല്ലെങ്കിൽ യേശു അവിടെ പുരോഹിതനല്ല, യേശു മഹാപുരോഹിതനാ. മഹാപുരോഹിതനായ യേശുവിന് ശബത്ത് തെറ്റിക്കാം.
ഞാനും നിങ്ങളും ശബത്തില് ഒരു വിറക് കഷ്ണം പോലും പൊക്കാൻ പാടില്ലെന്ന് അറിയാമോ? പക്ഷെ നമ്മൾ ശനിയാഴ്ച പോയിട്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഞായറാഴ്ച അല്ല, ശനിയാഴ്ചയാണ് ശബത്ത്. നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. കാരണം എന്താ? പുരോഹിതന്മാർക്ക് ശബത്ത് തെറ്റിച്ചാലും ദോഷമല്ല. ഹല്ലേലൂയ. ഞാനൊരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ശബത്ത് നോക്കുന്നവരാ. അവർ ശനിയാഴ്ച വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സെവൻത് ഡേ അഡ്വന്റിസ്റ്റിനെ അറിയാമെങ്കിൽ അവർ ശനിയാഴ്ച അവർ ജോലി ചെയ്യില്ല. അപ്പൊ ഒരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് നമ്മുടെ ചർച്ചിൽ കയറി വന്നു. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ഒരു വിഷമം. നമ്മളാരും ശബത്ത് ആചരിക്കാത്തവരാണെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. നിങ്ങൾ ശബത്ത് ആചരിക്കാത്തവരല്ലേ? ഞങ്ങൾ ശബത്ത് ആചരിക്കുന്നവരാ. യഹൂദന്മാരെ പോലെ അവർ ശബത്ത് ആചരിക്കുന്നവരാ. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ശബത്ത് ആചരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച അവർ വർക്ക് ചെയ്യില്ല. ശനിയാഴ്ച എവിടെയും പോകത്തില്ല. ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പോകില്ല, എവിടെയും പോകില്ല. അവർ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ. ഞാൻ അവർക്ക് ഈ നിയമം കൊടുത്തു, പുരോഹിതന്മാർക്ക് ജോലി ചെയ്യാന്ന്. അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളിയുടെ ഒരു കെട്ടുപൊട്ടിയപ്പോ തന്നെ പുള്ളി പറഞ്ഞു, എന്റെ പൊന്നു ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു വചനം. അപ്പൊ ദൈവത്തിന്റെ സന്നദ്ധയില് ശബത്ത് പൊട്ടിച്ചാൽ കുഴപ്പമില്ല. കാരണം പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളൂ അതിന്റെ പദവി. അപ്പൊ ദൈവം നമ്മളെ ആരാക്കെ വിളിച്ചിരിക്കുന്നത്? രാജ, പുരോഹിത. ഉറപ്പാണ്? എവിടെ എഴുതിയിട്ടുണ്ട്? 1 പത്രോസ് 2 വെരി ഗുഡ്, പ്രൈസ് ഗോഡ്, ആമേൻ. അപ്പൊ നമ്മളെല്ലാവരും രാജപുരോഹിത വർഗമായതുകൊണ്ട് നമുക്ക് ഈ ശബത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്ന. അത് മാത്രമല്ല, ക്രിസ്തു പറഞ്ഞത് ഞാൻ ശബത്തിന്റെ കർത്താവാണെന്നാണ് പറഞ്ഞത്. ശബത്തിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതനേക്കാളും വലിയ ഒരാളാണ്. മഹാപുരോഹിതനാണെങ്കിലും മഹാപുരോഹിതന മുകളിലൊരാളാണ്. ഞാൻ ശബത്തിന്റെയും കർത്താവാണ് എന്ന് പറഞ്ഞാൽ ശബത്ത് ഉണ്ടാക്കിയ ഞാനാണെന്ന്. ശബത്ത് ഉണ്ടാക്കിയവന് ശബത്ത് ബാധകമാണോ? അല്ല. കാരണം അതുകൊണ്ട് അവൻ എഴുതിയിരിക്കുന്നത് പുരോഹിതന്മാർക്ക് ലംഘിച്ചാലും പ്രശ്നമില്ല. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നീതി പ്രവൃത്തി എന്താണെന്ന് നമുക്കൊന്ന് കാണണം. എന്താണ് ഈ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്? പലർക്കും നമ്മൾ നല്ല പ്രവൃത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ നല്ല പ്രവൃത്തി എന്താണെന്ന് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഗുഡ് വർക്ക്സ് ബിഫോർ ഗോഡ്? ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ? അപ്പൊ നമുക്ക് പല പല നല്ല പ്രവൃത്തികൾ നമ്മൾ പറയും. ഇവൻ നല്ലൊരു പ്രവൃത്തികളെ ചെയ്യുന്ന മനുഷ്യനാ. സെക്യുലർ വേൾഡിലൊക്കെ പറയുന്നതാ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അവൻ നല്ലൊരു മനുഷ്യനാ. നല്ല മനുഷ്യൻ നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? അവൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് അവിടെ നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. എന്നാൽ ദൈവവചനം പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ, ഇപ്പൊ നോഹ ഞാൻ പറഞ്ഞില്ലേ, നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തെ ആരാധിച്ചവനായിരുന്നു. ഹല്ലേലൂയ. നീതിമാൻ എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ ദൈവത്തെ ആരാധിച്ചവനാണ്. ഇന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പില് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിച്ചപ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനു വേണ്ടിയല്ല പ്രയത്നിക്കേണ്ടത്, മറിച്ച് നിത്യജീവനിലേക്ക് ആ ആഹാരത്തിനു വേണ്ടി നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന അതിലെ വേറൊരു നിർവചനം കൂടെ കൊടുക്കാൻ പോവാ. നമ്മളെല്ലാവരും ആഹാരത്തിന് വേണ്ടിയാണല്ലോ, വയറിന് വേണ്ടിയാണല്ലോ എല്ലാവരും കിടന്ന് ബന്ധപ്പെടണം. ശരിയല്ലേ? കൂടുതൽ കഴിച്ചിട്ട് പറയും പ്രയോജനമൊന്നും ഇല്ല കേട്ടാ. അടുത്ത ആളുടെ പറ, കൂടുതൽ കഴിച്ചുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെന്ന് പറ. കൂടുതൽ കഴിച്ചുകൊണ്ട് കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റില്ല, കാശ് പോവുള്ളൂ. കൂടുതൽ കഴിച്ചുകൊണ്ടല്ലേ പ്രയോജനം ഉണ്ടാ? ദഹനക്കേട് വരും. അടുത്ത ആളോട് പറ, കൂടുതൽ കഴിക്കണ്ട, ദഹനക്കേട് വരും. വെയിറ്റ് കൂടും, വയറ് ചാടും, പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടി കൂടും. അപ്പൊ ദൈവത്തിന്റെ സന്നദ്ധിയില്
നല്ല പ്രവൃത്തി എന്താണെന്ന് ദൈവത്തിന്. അപ്പൊ ഈ വാക്യം നമ്മൾ കഴിച്ചപ്പോൾ, ഈ വാക്യം നമ്മൾ കേട്ടപ്പോൾ അവിടെ പറയുന്നത് നമ്മൾ നല്ല പ്രവൃത്തികൾക്ക് വേണ്ടിയാണെന്ന് അവർക്ക് ഒരു വചനം കിട്ടണം. കാരണം എന്താ? യഹൂദന്മാര് ട്യൂൺഡാണ്. അങ്ങനെ യഹൂദന്മാരുടെ അവരുടെ സംസ്കാരം അനുസരിച്ച് 10 കൽപ്പനകളും നിയമങ്ങളും നല്ല എല്ലാം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നീതീകരിക്കപ്പെടുന്നതെങ്കിൽ അവർക്ക് യേശുവിൽ നിന്ന് ഒരു വാക്ക് കേൾക്കണം. ഇന്ന പ്രവൃത്തി ചെയ്താൽ, ഞാൻ പടക്കം പൊട്ടിച്ചാൽ, ഇല്ലെങ്കിൽ ഞാൻ കൈ കൊട്ടിയാൽ. ചില കൈ കൊട്ടുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കൈ ചിലപ്പോൾ തഴമ്പൊക്കെ വരും, പൊട്ടിച്ച് അടിച്ച് പൊളിച്ചു കളയും. കൈ കൂടുതൽ പൊട്ടിച്ചിട്ട് ഒരു പ്രയോജനമില്ല, കൈ പോകുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ കൈ അടിക്കാണ്ടിരുന്ന കൈയൊക്കെ അടിച്ചോ. ചിലർ തുള്ളിക്കൊണ്ട് ആരാധിക്കും. ഇനി അതുകൊണ്ട് കർത്താവിന് ഒരു തരത്തിലും പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നും കർത്താവിന് ഹൃദയം കൊടുക്കാതെ ഒരു കാര്യമില്ല. കർത്താവ് ഒന്നേ ചോദിക്കുന്നുള്ളൂ, നിന്റെ ഹൃദയം എനിക്ക് തരാൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊടുക്കാൻ. ഹൃദയം മാത്രം പറിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്ന കർത്താവ് പണ്ട് ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട്. കൊരങ്ങൻ ചീങ്കണ്ണിയോട് പറഞ്ഞ് എന്റെ ഹൃദയം പറിച്ചു തരാന്ന് പറഞ്ഞ്. അങ്ങനെയൊന്നും നടക്കില്ല. നിനക്ക് ജീവിതം കൊടുക്കണമെങ്കിൽ, ഹൃദയം കൊടുക്കണമെങ്കിൽ നിന്നെ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മുഴുവൻ മതി, പകുതി വേണ്ടെന്ന് പറ. അടുത്താളോട് പറ, പകുതി വേണ്ട, മുഴുവൻ വേണമെന്ന് പറ. ദൈവത്തിന്റെ പ്രത്യേകത അത്. ഗോഡ് ഹി വാണ്ട്സ് ഹോൾ ഓഫ് യു. ദൈവം നമ്മളെ വിളിക്കുന്ന പൂർണ്ണമായിട്ടാ. ഞാൻ ഇന്നലെ ഞങ്ങളൊരു വിവാഹ നിശ്ചയത്തിന് ഇന്നലെ പോയി. അവിടെ എനിക്ക് വചനം ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ്, എടാ മോനെ, ഈ പെൺകുട്ടി, നിന്റെ മുമ്പിലിരിക്കുന്ന ഈ പെൺകുട്ടി 99% ഞാൻ ഹൃദയം തരാം, 1% തരില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണോ? എന്ന് പറഞ്ഞാൽ 99 ദിവസം ഞാൻ വിശ്വസ്തയായിട്ടിരുന്നോളാം. 1% ഒരു ദിവസം, 100 ദിവസം ഒരു ദിവസം ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞാൽ വിശ്വസ്തയാണോ? അല്ല. ദൈവത്തിന് വേണ്ടത് നമ്മുടെ പൂർണ്ണ ശ്രദ്ധ, നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ അവിടെ കൊടുക്കുക എന്നതാണ്. അപ്പൊ അതാണ് പറയുന്നത്. എന്റെ അടുത്ത വാക്യം വായിച്ചേ. അവിടെ പരീശന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പരീശന്മാരും സദൂക്കള് എല്ലാവരും ചിന്ത വെച്ചാൽ പരീശ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എന്നാണ്. ദുഷ്ടൻ ഒന്നും അല്ല കേട്ടോ. അവര് പ്രത്യേക നല്ല ഒരു പാർട്ടിക്കാരാണ്. കോൺഗ്രസ് പാർട്ടി പോലെ ഒരു പാർട്ടിയാണ്. ദുഷ്ടന്മാരൊന്നുമല്ല. എന്താ അവർ പറഞ്ഞത്? അവരെന്ന് പറഞ്ഞാൽ പരീശന്മാരുടെ കൂട്ടം അവരോട് ചോദിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യണം എന്ന് ചോദിച്ചു. ഞാൻ ആ പ്രവൃത്തി എഴുതിയിട്ടില്ല, പക്ഷെ അതിന്റെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്: എന്ത് പ്രവൃത്തി ചെയ്താലാണ് ദൈവത്തിന് പ്രസാദമാകുന്നത്? ദാനധർമ്മമാണോ? ഇനി ഞങ്ങൾ മുട്ടുമേൽ എഴയണതാണോ? മലന്ന് കടന്ന് ആരാധിക്കുന്നതാണോ? തിരിഞ്ഞു കടന്ന് എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ദൈവത്തെ പ്രസാദിക്കാൻ എന്ത് പ്രവൃത്തി ചെയ്യണം? ഇനി തീർത്ഥാടനത്തിന് പോണതാണോ? യെരൂശലേം ദേവാലയത്തിൽ പോയി നമസ്കരിക്കുന്നതാണോ? എന്തു വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ആ പ്രവൃത്തി പറഞ്ഞാൽ മതി. ജനങ്ങൾക്ക് ഇഷ്ടം അതാണ്. കർത്താവിന്റെ സന്നിധി എന്തൊക്കെ പ്രവൃത്തി ചെയ്ത് ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ മുട്ടുമഴയുണ്ട്. ചിലർ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ മെഴുകുതിരി കത്തിക്കുന്ന പള്ളിയാ. മെഴുക് ഉരുകി കൈ കൂടെ ഇങ്ങനെ ഒഴുകുന്നു. കത്തിച്ചിട്ടെ മെഴുക് ഉരുക്കി കൈ കൂടെ. അപ്പൊ അവൻ സഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വേദനെടുക്കണ്ട്, ഉറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലും അത് സഹിച്ച് ഞാൻ പിടിച്ചിട്ട് ഇതൊന്നും കർത്താവിന് മുമ്പിൽ ഓടൂല. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ മെഴുകുരിക പോയത് നിനക്ക് തന്നെ, വേറെ ആർക്കുമല്ല. കർത്താവ് വരുന്നത് നീ രാവിലെ ഇനി എഴുന്നേറ്റ് മുട്ടുമേ നിന്ന്, അതൊക്കെ നല്ലതാട്ടോ, ചെയ്തോ. രാവിലെ എഴുന്നേറ്റ് മുട്ടുമേ നിന്ന്. ഞാൻ പറഞ്ഞേ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും വചനം പ്രാപിക്കേണ്ടത് പാസ്റ്റർമാരുടെ വായിന്നല്ല കേട്ടാ. എവിടുന്ന പ്രാപിക്കേണ്ടത്? അടുത്ത വചനം വായിച്ച് കാണിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എത്രേ എന്ന്. എന്ത് പ്രവൃത്തിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്ത് പ്രവൃത്തിയാ? ഒരു പണി പറഞ്ഞ കർത്താവ്
ഈ ഒരു പ്രവൃത്തി ഏതാ ക്ലിയർ ആയിരുന്നു? പ്രവൃത്തി കണ്ട, അയച്ചവനിൽ മുട്ടുമെന്ന് നിൽക്കണോ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ. എന്താ പറഞ്ഞത്? അയച്ചവനിൽ. അടുത്ത ആള് പറ, അയച്ചവൻ വിശ്വസിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്, അവര് വിറയ്ക്കുന്നുണ്ട്. നീ വിറയ്ക്കുന്നുണ്ടോ? ഹേ, എന്റെ സുഹൃത്താ കർത്താവ്, ഞാൻ വിറയ്ക്കുന്നൊന്നുമില്ല. നല്ല കർത്താവ്, നല്ല ഇടയൻ, ആട്ടുംകുട്ടിയുടെ തല തോളത്തിൽ വെച്ച് ഇങ്ങനെ ഓമനിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ അങ്ങനെ ഓമനിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവാണ്. നമുക്ക് കർത്താവിന്റെ ഉദ്ദേശം എന്താണെന്ന് ക്ലിയർ ആക്കണം. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുക മാത്രം മതി എന്ന് പറയുമ്പോൾ ആ വിശ്വസിക്കാൻ വളരെ ഖനമുണ്ട്. പറഞ്ഞപ്പോ പെട്ടെന്ന് തീർന്ന്, പക്ഷെ ആ വാക്കിന് ഭയങ്കര ഖനമുണ്ട്. ചുമ്മാ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്, നമ്മളെക്കാളും കൂടുതൽ അവർ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പാസ്റ്റർ കിടന്ന് ഘോരം ചിലപ്പോൾ പ്രസംഗിക്കും, ഞാൻ ചിലപ്പോൾ ഘോരം പ്രസംഗിക്കും, എന്നിട്ടും ആൾക്കാരുടെ ഉള്ളിലേക്ക് വിശ്വാസം വരുന്നില്ല. ശരിയല്ലേ? ആണോ? ആണ്. കർത്താവേ, വിശ്വാസം കയറട്ടെ. ഒരു കാര്യമില്ല, കർത്താവിന്റെ സന്നിധി ഞാനും നിങ്ങളും വ്യക്തിപരമായിട്ട് നമ്മളെ തന്നെ കൊടുത്തില്ല എങ്കിൽ, ഹല്ലേലൂയ, അവന്റെ വിശ്വാസം നമുക്ക് വരുന്നത് അവന്റെ ആത്മാവിനാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കാത്ത ഒരുവൻ ഒരിക്കലും വിശ്വാസം എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. അവൻ നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം എന്റെയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവന്റെ ആത്മാവിനെ തന്നു. ഇനി ആത്മാവ് കൊണ്ട് എനിക്ക് എന്തും, ദൈവികമായിട്ടുള്ള എന്തും എനിക്ക് ഗ്രഹിക്കുവാനുള്ള ശക്തി അവനിൽ നിന്ന് ഞാൻ പ്രാപിച്ചു. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് ആത്മാവിനെ തന്നത് എന്തിനാണെന്നറിയാമോ? വിശ്വാസം വേണ്ടിയാ, വിശ്വാസത്തിന് വേണ്ടിയാ. ഇന്ന് വേറെ റീസൺ ഉണ്ട്, ഞാൻ അതിലേക്ക് പോയിരുന്നില്ല. നമ്മളെ ശുദ്ധീകരിക്കാൻ അവന്റെ ആത്മാവുണ്ട്, അവന്റെ ആഴങ്ങൾ അറിയാൻ ആത്മാവിനെ തന്നിട്ടുണ്ട്, അവന്റെ സഹനത്തിന് വേണ്ടി ആത്മാവിനെ, എല്ലാത്തിനും അവനെ അറിയുവാനും അവന്റെ അടുക്കലേക്ക് ചെല്ലുവാനും എല്ലാം നമുക്ക് ആത്മാവിനും. അതുകൊണ്ട് അർത്ഥ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുമെങ്കിൽ യാചിക്കുന്നവർക്ക് എത്രമാത്രം പരിശുദ്ധ ആത്മാവിനെ നൽകും. അപ്പോൾ ഞാനും നിങ്ങളും കൂടുതൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എനിക്ക് പോരാ, പറഞ്ഞെല്ലാരും എനിക്കിത് പോരാ, എനിക്ക് ഇനിയും ആത്മാവിനെ വേണം, ആത്മാവിനെ വേണം. ആത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ പകുതി നിറയാം, പൂർണ്ണത എനിക്ക് വേണം. ആത്മാവിൽ നിന്ന് കവിഞ്ഞൊഴുകണം. അവനിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകണമെങ്കിൽ എനിക്ക് കൂടുതലായി എന്റെ ഉള്ളിൽ നദികൾ ഒഴുകുവാൻ തക്കവണ്ണം ഒരു നിറവിന്റെ അനുഭവം എനിക്ക് വേണം. എത്ര പേര് പറയുന്നു ആമേൻ? കണ്ണടച്ചേ എന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, ആത്മാവിന്റെ ഒരു നിറവ്, ഒരു ഒഴുക്ക് എന്നിൽ നിന്ന് ഒഴുകട്ടെ, എന്നിൽ നിന്ന് ഒഴുകട്ടെ. എന്റെ ഉള്ളിൽ എനിക്കിത് പോരാ, എനിക്ക് കൂടുതലായി വേണം, കൂടുതലായി വേണം, കൂടുതലായി വേണം, കൂടുതലായി വേണം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളെ വിളിക്കുന്നത് ഈ ആത്മാവിന്റെ നിറവിനാണെങ്കിൽ ദൈവം പറയുന്നത്, കർത്താവിനെ ഞാൻ പ്രാപിച്ച്, കർത്താവിനെ ഞാൻ എന്ത് ചെയ്യണം? അവനെ അനുഗമിക്കണം. എന്താണ് ഈ അനുഗമിക്കുക എന്ന് പറയുന്നത്? പലപ്പോഴും നിങ്ങൾ ഈ ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിൽ അവിടെ ഫോളോയിങ് കാണാൻ പറ്റും, ഫോളോ മീ, അവിടെ ഫോളോയിങ് കാണാൻ പറ്റും. അപ്പൊ പലരും ഇതിനെ ഫോളോ ചെയ്യും. ഇവിടുത്തെ ആൾക്കാരല്ല കേട്ടാ, പുറത്തുള്ള ആൾക്കാർ. നമ്മളൊന്നും അങ്ങനത്തെ ആ വക പരിപാടിക്കൊന്നും പോകാത്തവരാണ്. ഫോളോയിങ് എന്ന് അർത്ഥം എന്നറിയോ? അവനിൽ നിന്ന് പ്രാപിക്കുക എന്നർത്ഥം. നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഫോളോ അല്ല പറയുന്നത്. നമ്മൾ വചനത്തിൽ അവനെ നമ്മൾ അനുഗമിച്ച് അവന്റെ മൊഴികളെല്ലാം ഇങ്ങനെ ചോർത്തിയെടുക്കുകയാണ്, മന്ന ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ഭക്ഷണം. മന്നയുടെ കാര്യം പറഞ്ഞ, മന്ന രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അത് അൽത്തു. എത്ര പേർക്ക് അറിയാം അതിനെ കുറിച്ച്? ആ പരിപാടി ഒന്നും അറിയാൻ പാടില്ലല്ലേ? മന്ന സൂര്യൻ ഉദിക്കുമ്പോൾ എന്തു പറ്റും? അലുത്തു പോകും. അപ്പൊ നമ്മൾ കർത്താവിൽ നിന്ന് രാവിലെ പ്രാപിക്കണം എന്ന് കാണിക്കാനത്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് സൂര്യോദയത്തിന് മുമ്പ് പ്രാപിക്കണം, അല്ലെങ്കിൽ മന്നയ്ക്ക് ശക്തി ഉണ്ടാവില്ല, അലുത്തു പോകും.
നമ്മളെ ചിന്തിക്കുന്ന അടുത്ത ഞായറാഴ്ച ഇനി പാസ്റ്റർ വല്ലതും പ്രാപിക്കാന്ന്, അതുപോലെ ഐസ്ക്രീം എല്ലാം കിട്ടും. ഹല്ലേലൂയ. പ്രാപിക്കേണ്ടത് എവിടുന്നാ? എല്ലാവരും വചനം പിടിച്ച് കർത്താവിന്റെ മൊഴികള് രാവിലെ യാമങ്ങളിൽ പ്രാപിക്കണം. വ്യക്തികളിൽ നിന്നല്ല പ്രാപിക്കേണ്ടത്. അവിടെ പാസ്റ്ററിന്റെ വായിന്ന് പ്രാപിച്ചെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശുശ്രൂഷകന്റെ വായിന്ന്, ജോസഫ് പാസ്റ്ററിന്റെ വായിന്നാണ് പ്രാപിക്കേണ്ടത്? അല്ല. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വന്ന് ഒരു ഐസ്ക്രീം ഒക്കെ തന്നു പോകും, അത്രേ ഉള്ളൂ. കുറച്ച് ആസ്വദിച്ചോ നിങ്ങൾക്ക്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പ്രാപിക്കേണ്ടത് കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് കർത്താവിന്റെ സന്നിധിയിൽ അവരെ ആ രാവിലെ അവരെന്ത് ചെയ്യുന്നറിയാമോ? അതിരാവിലെ എഴുന്നേറ്റിട്ട് ഈ മഞ്ഞകൾ ശേഖരിച്ച് അതിനെ ഇടിക്കുകയും പിടിക്കുകയും പൊടിക്കുകയും വറക്കുകയും ഭയങ്കര പണികൾ അതുമേ ചെയ്യുന്നത്. എന്താ എല്ലാം വേണം ചെയ്യാവുന്ന അതുമേ ചെയ്തിട്ട് അവര് അതിനെ പല രീതിയിൽ പാകം ചെയ്ത്, പക്ഷെ എല്ലാ ദിവസവും ഒറ്റ റോ മെറ്റീരിയൽ ഉള്ളു, ഒരു ചേരുവേ ഉള്ളൂ, മഞ്ഞ. ഇതുപോലെ നമുക്കും ചെയ്യാം. ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കാം, മനപ്പാഠമാക്കാം, ധ്യാനിക്കാം, പിന്നെ എന്ത് ചെയ്യണം? അരച്ച് കലക്കി കുടിക്കാം, എല്ലാം വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞവന്റെ ജീവൻ പകരുന്ന ആ അപ്പം ഞാനും നിങ്ങളും പ്രാപിച്ച് അവനിൽ നിറയണം. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും അവന് കൊണ്ട് നിറയ്ക്കുക, യേശുവിനെ കൊണ്ട് നിറയ്ക്കുവാൻ നമ്മൾ തുനിയുകയാണ്. ആമേൻ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാ അർത്ഥം. ഫോളോ എന്ന് പറഞ്ഞാൽ ഞാൻ അവനിൽ നിന്ന് ഞാൻ പ്രാപിച്ചെടുക്കുന്നു. പറ, ഫോളോ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചെടുക്കുന്നു. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ പിന്നാലെ അവന്റെ മൂട് നോക്കി പോവുകയല്ല, അവനിൽ നിന്ന് ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ചോർത്തി 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 എടുക്കുകയാണ്. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവർ എന്നെ അനുഗമിക്കും. ആടുകൾ ശബ്ദം കേൾക്കും. കാരണം എന്താ? ഈ ശബ്ദവുമായിട്ട് നമുക്ക് നല്ല പൊരുത്തമാണ്. അവന്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. ഞാൻ അറിയുന്നു ഇത് അവന്റെ ശബ്ദമാണ്. എത്രയൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്? അവന്റെ ശബ്ദം കേൾക്കണം നമ്മൾ. അവന്റെ ശബ്ദം ഇതാണ്. ഫെമിലിയറൈസ് വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ വചനം നല്ലോണം പഠിച്ച് അതിനെ ധ്യാനിച്ച് യൂസ്ഡായി നമ്മൾ അതിനെ ശരിക്കും ഫെമിലിയറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവന്റെ വചനമാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. ഇത് എവിടുന്ന് കേട്ടിയാണ്? ഇതേ വചനം ഇത് എവിടുന്ന് കേട്ടെ? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല. തള്ളിക്കളാ. ദൈവത്തിന്റെ വചനം അല്ലാത്തവരൊക്കെ തള്ളിക്കളാ. പക്ഷെ അറിയണം ഏതാ ദൈവത്തിന്റെ വചനമൊന്നും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനവുമായിട്ട് നല്ലോണം നമ്മൾ പൊരുത്തപ്പെടണം. ആ പൊരുത്തം വരുമ്പോൾ ഏത് ശബ്ദമാണ്, പിശാചാണോ സംസാരിക്കുന്നത്, ദൈവമാണോ സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുവാൻ സാധിക്കും. ആമേൻ. അതുകൊണ്ട് അവനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ശബ്ദം കേട്ട് ഊറ്റിയെടുക്കുവാനുള്ള താല്പര്യം നമുക്കുണ്ട്. അർത്ഥം പറ, ദൈവത്തിന്റെ വചനം ഊറ്റിയെടുക്കണം പറ, ഊറ്റിയെടുക്കണം. ആമേൻ. അതിനെ പ്രാപിച്ചെടുക്കണം, അതിനെ ഭക്ഷിക്കണം. എന്റെ ശരീരം ഭക്ഷിക്കുന്നവനും എന്റെ രക്തം പാനം ചെയ്യുന്നവനും നിത്യജീവൻ ഞാൻ കൊടുക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. ഇന്ന് ജീവൻ നൽകുന്ന അപ്പമായ യേശുവിനെ ഞാനും നിങ്ങളും ദിവസവും പ്രാപിച്ചെടുക്കുക. ആ ജീവന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ ആ ജീവന്റെ ആ തുടിപ്പ് എന്റെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ജീവന്റെ തുടിപ്പ്. പറഞ്ഞേ, ജീവന്റെ തുടിപ്പ്. അവന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ ജീവന്റെ തുടിപ്പ് എന്നിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഓഫീസിൽ പോവും, നിങ്ങൾ പലയിടത്തും പോവും, നിങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് പോവും, പോയിക്കോളൂ, നിങ്ങൾ എല്ലായിടത്തും പോവും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴല്ല നിങ്ങൾക്ക് ഒറ്റ ഉദ്ദേശം വരണം, ഇവന്റെ ഉള്ളിലേക്ക് എനിക്ക് തന്ന ജീവന്റെ ഒരു അംശം ഇവനും ഞാൻ കൊടുക്കണം. എത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ദൈവം നിന്നെ നിറച്ചു നൽകിയിരിക്കുക. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, നിന്റെ കാര്യത്തിന് വേണ്ടിയല്ല, അത് അനേകം പേർക്ക് പകർന്നു കൊടുക്കുവാൻ ജീവന്റെ ഉറവിടമാക്കി നിന്നെ തീർക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അടുത്ത ആൾ പറ, നമ്മൾ ജീവന്റെ ഉറവിടമാക്കി തീർക്കാൻ പോവാ. അവൻ കാരണം ഞാനല്ല, അവൻ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. ജീവന്റെ ഉറവിടം എവിടെയാ? നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷം നിറയുന്നത്, അതുകൊണ്ടാണ് ആനന്ദം നിറയുന്നത്, അതുകൊണ്ടാണ് ആരെന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിച്ചു പോവാത്തത്. എന്റെ ഉള്ളിൽ ഒരുവനുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. രണ്ടാമത്തെ കാര്യം, അവനെ അറിയണം.
എല്ലാവരും പറഞ്ഞേ, അവനെ അറിയണം എന്ന് പറ. ഈ അറിയുക എന്ന് പറഞ്ഞാൽ ആദാം ഹവ്വയെ അറിഞ്ഞു. എന്താണ് അറിയുക എന്ന് പറയുന്നത്? അറിയുക എന്ന് പറഞ്ഞാൽ ഇന്റിമസി എന്ന് പറയും. ഇന്റിമസി എന്ന് പറഞ്ഞാൽ എനിക്ക് ആഴത്തിലറിയാം. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ ഞാൻ അനുഗമിച്ചാൽ മാത്രം പോരാ, ഭക്ഷിച്ചാൽ മാത്രം പോരാ, അവനെ അടുത്തറിയണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ വചനം അനുസരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വായിച്ചൊന്ന്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്ന് പറഞ്ഞാൽ അനുസരിക്കും. പിതാവ് അവനെ സ്നേഹിക്കും. കണ്ട, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. കണ്ട, ദൈവം, സർവശക്തനായ ദൈവം, കാരണം നമ്മൾ അവന് സ്വീകാര്യമായി തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവന്റെ വചനം നമ്മൾ ഉൾക്കൊണ്ട്, ആ വചനം നമ്മൾ കേട്ട്, ആ വചനം നമ്മൾ പ്രാപിച്ച്, ആ വചനത്തെ അനുസരിക്കാൻ ഞാൻ തുനിഞ്ഞപ്പോൾ എന്റെ പിതാവും പുത്രനും എന്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുവാനുള്ള വാഗ്ദത്തം തന്നിരിക്കുകയാണ്. എനിക്കതുപോലെ എന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിലും ഞാൻ ജയാളിയാ. ഹല്ലേലൂയ. ഞാൻ ഒരാളെന്നോട് എന്റെ അടുത്ത്, പാസ്റ്ററെ എന്നെ ഇന്ന് പ്രാർത്ഥിച്ച പാസ്റ്ററെ. എന്തിനാണ് മോനെ? എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് നിനക്ക് മാർക്ക് കിട്ടില്ല, വല്ലതും പോയി പഠിക്ക്. അത് മാത്രമല്ല, നിനക്ക് പഠിച്ച സാധനം നിന്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ എത്രമാത്രം നീ ഭാഗ്യം ചെയ്തവനാ. നീ ഒരു വിശ്വാസിയല്ലേ? ഇരുന്ന് പ്രാർത്ഥിക്കടാ, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് എനിക്ക് വേണം. അപ്പോൾ എനിക്ക് ഉള്ളിലുള്ളതെല്ലാം ഞാൻ അത് പ്രാപിക്കുവാനുള്ള ബുദ്ധിയും പരിജ്ഞാനവും ജ്ഞാനവും ശക്തിയും എല്ലാം എന്റെ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ച് ഞാൻ എല്ലാ തുറകളിലും ജയാളിയായി തീരും. ബിസിനസ്സിൽ നീ ഉയരും, നിന്റെ പഠിത്തത്തിൽ നീ ഉയരും, എല്ലായിടത്തും നീ ജയാളിയാണ്. കാരണം ജയാളി എന്റെ കൂടെ ഉണ്ട്. എന്റെ കൂടെ ആരാ ഉള്ളത്? എന്റെ യേശു ഉണ്ട്. എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലായിടത്തും ഞാൻ ജയാളിയാണ്. സിമ്പിൾ അല്ലേ? നമുക്ക് എന്ത് എളുപ്പമാണ്. ഹല്ലേലൂയ, ആമേൻ. ഇനി എങ്ങനെ പോയിട്ട്, പാസ്റ്ററെ എനിക്ക് ബുദ്ധി, കാഞ്ഞ ബുദ്ധി വേണം, മറ്റേ ബുദ്ധി വേണം, ഒന്നും പറയണ്ട. നിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. പിള്ളേരുടെ ഒക്കെ നിങ്ങൾ പഠിപ്പിക്കവരാ. ആദ്യം നിന്റെ ഉള്ളില് ദൈവം മതി. ഹല്ലേലൂയ. ഇതൊന്നും പഠിക്കണ്ട, വല്ലതൊക്കെ പഠിച്ചോ. അതൊക്കെ തല നിൽക്കണമെങ്കിലുണ്ടല്ലോ ദൈവത്തിന്റെ കൃപ വേണം. ഇന്ന് ലോകത്തിലെ ആൾക്കാർ നമ്മളെ വെട്ടിച്ചുകൊണ്ട് പോവുക. നമുക്ക് ദൈവം ഉണ്ടായിട്ട് ബ്ലിങ്കാസ് അടിച്ചിരിക്കുക. ദൈവം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ആൾക്കാർ ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ വ്യത്യാസം? എന്റെ ഉള്ളിൽ എന്റെ കർത്താവുണ്ട് മക്കളെ. എന്റെ ഉള്ളില് എന്റെ ദൈവമുണ്ട്. ഞാൻ തൊടുന്നതെല്ലാം ഞാൻ ജയാളിയാ. ഞാൻ ചെയ്യുന്ന വസ്തുക്കളെല്ലാം ക്രിസ്തുവിൽ ചെയ്യുന്നതായിട്ട്, അല്ലാത്തതല്ല. ക്രിസ്തുവിന് വേണ്ടി, അവന്റെ മഹത്വത്തിന് ചെയ്യുന്നതെല്ലാം അവൻ മഹത്വം എടുക്കുവാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. എന്റെ ഉള്ളിൽ നല്ല പ്രവൃത്തി പുറപ്പെടുവാൻ അവൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ എന്റെ യേശുവിന്റെ പത്രമാണ്. ജോലി സ്ഥലത്ത് ഞാൻ എന്റെ യേശുവിന്റെ പത്രമാണ്. എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ യേശുവിന്റെ പത്രമാണ് ഞാൻ. അവന്റെ കൂടെ അല്ല പ്രവർത്തിക്കുന്നത്. എന്റെ കർത്താവിന്റെ അംബാസഡർ, സ്ഥാനപതിയായിട്ട് അവന്റെ മൊഴികളാണ് എന്റെ വായിൽ നിന്ന് വരുന്നത് എവിടെ പോയാലും. ആമേൻ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് ആ ഒരു ലെവലിലേക്കാ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതെന്താ? ദൈവത്തെ കേട്ടില്ല, അറിയണം. ആദ്യത്തെ ഞാൻ പറഞ്ഞതെന്താ? കേട്ടില്ല, വിശ്വസിക്കല്ല. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഫോളോ ഹിം. അവൽ നിന്ന് പ്രാപിക്കുക, 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 പ്രാപിക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ദൈവത്തെ അറിയുക, അടുത്തറിയുക എന്ന് ഞാൻ പറയും. മൂന്നാമത്തെ കാര്യം ദൈവത്തെ സേവിക്കുക. എല്ലാവരും ദൈവത്തെ സേവിക്കുക എന്ന് പറ. ദൈവത്തെ സേവിക്കുക. അല്ലേ? 12-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ചില വചനം ഞാൻ മറന്നുപോയി, നോക്കട്ടെ എന്താണ് ഞാൻ നോക്കട്ടെ. 12-ാം അധ്യായത്തിൽ പറഞ്ഞിങ്ങനെയാണ്, 12-ാം അധ്യായം 26-ാം വാക്യം. അവിടെ പറയുന്നത് എങ്ങനെയാണ്?
ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? സേവിക്കുക എന്നർത്ഥം. ആവർത്തന പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ, അതേമാതിരി പഴയ നിയമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ മൈൻഡ് അറിയണമെങ്കിൽ നിങ്ങൾ ആവർത്തന പുസ്തകത്തിൽ പോയിട്ട് ചിലതൊക്കെ വായിക്കണം. 10-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? കേട്ടോ ഇസ്രായേലേ, ഞാൻ ഇതിൽ കൂടുതൽ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവനെ ഭയക്കുകയും അവനെ സ്നേഹിക്കുകയും സേവിക്കുകയും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുക, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താ? അല്ലേ ഇസ്രായേലേ, ഭയപ്പെടുക. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങളാ. എന്റെ ഉള്ളിൽ എന്ത് വരണം? യഹോവ ഭയം വരണം. ഇനി പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോഴുണ്ടല്ലോ, എന്റെ എന്താ സാധനമാണ്? അനുഗ്രഹമൊക്കെ മാറ്റിവെക്കി. അതൊക്കെ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുക. കർത്താവ് നമ്മൾ അനുഗ്രഹ പാത്രങ്ങളാ. അനേകം പേരെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ളവരാ. കർത്താവേ, എന്റെ ഉള്ളില് ദൈവ സാന്നിധ്യം വേണം, ദൈവഭയം വേണം, അവനെ ഭയക്കുവാനുള്ള ദൈവഭയത്തിന്റെ ആത്മാവ് എനിക്ക് തരണം. അപ്പൊ എന്ത് പറ്റുമെന്നറിയാമോ? നമുക്ക് ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പാപത്തെ വെറുക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പാപം നമ്മുടെ കൂടപ്പുറപ്പായിട്ട് കിടക്കും. അല്ലെങ്കിൽ അടുത്ത ആള് പറഞ്ഞേ, ദൈവഭയം വേണമെന്ന് പറ. അപ്പൊ അവനെ പിന്നീട് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുക, പിന്നെ എന്ത് ചെയ്യണം? സേവിക്കുക. സേവിക്കുക എന്ന് പറയുന്നത് അവനെ ആരാധിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഐ ആം മിനിസ്റ്ററിങ് അൺ ടു ഗോഡ്. ദൈവത്തിന് ഞാനൊരു ശുശ്രൂഷകനായി തീർന്ന് ഐ ആം എ മിനിസ്റ്റർ അൺ ടു ഗോഡ്. ഞാൻ കർത്താവിന്റെ ശുശ്രൂഷകനായി തീരുകയാണ്. കണ്ടാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ ആം മിനിസ്റ്ററിങ് ടു ഗോഡ്. അൺ ടു ഗോഡ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ടു ബി എ മിനിസ്റ്റർ അൺ ടു ഗോഡ് എന്ന് പറഞ്ഞാൽ അവന്റെ സന്നിധിയിൽ പോയി അവനിൽ നിന്ന് പ്രാപിച്ച് ഞാൻ എന്ത് ചെയ്യും? അവന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്നോട് ഹൃദയം മുഴുവൻ നന്ദിയോടെ, എല്ലാവരും പറഞ്ഞേ, നന്ദി നിറഞ്ഞ ഹൃദയം. ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടാ. എന്റെ കർത്താവേ, ഒന്നും കിട്ടിയില്ല, ഇതെന്തൊരു ദൈവമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവല്ലേ. നന്ദിയുള്ള ഹൃദയമായിട്ട് പോണം. ഒന്നുമില്ലെങ്കിൽ പറ, കർത്താവ് എനിക്ക് ആയുസ് നൽകിയല്ലോ, എനിക്ക് ആരോഗ്യം നൽകിയല്ലോ. എത്ര പേർക്കില്ല? എന്തെല്ലാം രോഗങ്ങളെന്നുള്ളതെന്നറിയാമോ? നമ്മൾ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചില്ലേ? എത്ര പേര് കോവിഡില്, 1 കോടി ജനങ്ങൾ കോവിഡിൽ മരിച്ചെന്നാ പറയാനായിട്ട്, എനിക്കറിയില്ല. നമ്മൾ അതിൽ നിന്ന് എല്ലാം വിടുവിച്ചില്ലേ? അതൊക്കെ കൊണ്ട് നമ്മളെ കൊണ്ട് മുക്കിയിട്ടാ? ഇല്ല. നമുക്ക് പിന്നെ ആയുസ് ആരോഗ്യം ദൈവം തന്നില്ലേ? നന്ദി പറ. ഹല്ലേലൂയ. നമ്മുടെ നെഗറ്റീവിൽ കൊണ്ട് പറയൽ, നമ്മൾ നെഗറ്റീവ് ആൾക്കാരല്ല. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് എന്റെ കർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയം. ഹല്ലേലൂയ. എല്ലാത്തിനും നന്ദി പറയുക. കർത്താവ് എന്റെ ആയുസ്സിനായി നന്ദി, എന്റെ ജീവനായി നന്ദി, എന്റെ സഭയ്ക്കായി, എന്റെ പാസ്റ്ററിനായി നന്ദി. എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായി തീരുക. ദൈവം നിങ്ങളുടെ മനോഭാവത്തെ എല്ലാം മാറ്റും. അപ്പൊ മൂന്നാമത്തെ കാര്യം അവനെ സേവിക്കുക എന്നതാണ്. അവനെ സേവിക്കണമെങ്കിൽ ഭയത്തോടും വിറവലോടും കൂടി സേവിക്കണം. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലെ 3-ാം അധ്യായത്തിൽ 12-ാം വാക്യം പറയുന്നത്, നിന്റെ രക്ഷ ഭയത്തോടും വിറവലോടും കൂടി നീ കൈവരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് തള്ളരുത്. ദൈവത്തെ നമ്മൾ നേരത്തെ കേട്ടതുപോലെ അവനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവൻ പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. എന്നെ അനുഗമിച്ചാൽ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്: നീ അവനെ അനുഗമിച്ചുകൊണ്ടേയിരുന്നാൽ, നീ അവന് പ്രാപിച്ചുകൊണ്ടേയിരുന്നാൽ നിന്റെ ഉള്ളം തൃപ്തി വരത്തോളം നിന്റെ ഉള്ളിൽ ഞാൻ നിറച്ചു തരും. നിന്റെ വായ വിസ്താരമായി തുറക്കുക, ഞാൻ അതിനെ നിറച്ചു തരും. ഹല്ലേലൂയ. ബിരിയാണി തിന്ന പോലെയല്ല. ബിരിയാണിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ മടുത്തു. പക്ഷെ ഇവന്റെ മൊഴികൾ നമ്മൾ തിന്നാലും ഒരിക്കലും മതി വരികയില്ല. നീ കൂടുതൽ കഴിച്ചാൽ കൂടുതൽ വിശപ്പ് വരും.
അടുത്ത ആള് പറ, വിശപ്പുണ്ടോന്ന് ചോദിച്ചേ. വിശപ്പുണ്ടോ? പോരാ അല്ലേ? മറിയാമേ, കർത്താവ് പറഞ്ഞ പോലെ, മറിയാമേ നീ എന്താണ് പ്രാർത്ഥിക്കുക? മറിയാമ്മ പറഞ്ഞു, ഞാനേ മറിഞ്ഞ് വീഴണം കർത്താവ്. എന്നാലും വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മറിയാമ്മക്ക് ഉറക്കം വരുന്നു. ഇവിടുത്തെ ആരുടെയും പേരല്ല കേട്ടോ, നാട്ടിലുള്ള പേര്. ഇവിടെ ആരും മറിയാമയൊന്നും ഇല്ല. അത് പാസ്റ്റർ ആരും കുത്തി പറഞ്ഞതുമല്ല. എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ പറഞ്ഞൊരു കഥയാണ്. അപ്പൊ എന്തായാലും പറഞ്ഞു വെച്ചാൽ, നമ്മൾ കർത്താവിന്റെ സന്ധ്യ വരുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ? വചനം കേൾക്കുമ്പോൾ വിടൽ ആവശ്യമുണ്ട്. വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അർത്ഥം എന്നറിയോ? ഉറക്കപ്പിശാച് നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. ആവേശത്തോടു കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ആരും ബിരിയാണി മുമ്പിൽ നിന്ന് ഉറങ്ങാണ്ട് കണ്ടണ്ട. ബിരിയാണി വെച്ചപ്പോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബിരിയാണിയുടെ മുമ്പിൽ ഉറങ്ങുന്ന ചരിത്രമുണ്ടോ? കർത്താവിന്റെ സദ്യയുടെ മുമ്പിൽ ഉറക്കം വന്ന അതിന്റെ അർത്ഥം ഉറക്കപ്പിശാച് കൂടെ ഉണ്ടെന്നാ. ചവിട്ടി ചാടി യേശുവിന്റെ നാമത്തിൽ അപ്പൊ പോയിക്കോളൂ. ഇനി പറ്റില്ലെങ്കിൽ കൂടാ, ഞാൻ ചെയ്തു തരാം. ആമേൻ. 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞത്. 1, അനുഗമിക്കുക. 2, അറിയുക. 3-ാമത്തെ കാര്യം സേവിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ ആരാധിക്കുക, അവന് ശുശ്രൂഷിക്കുക, അവന്റെ പേർക്കായിട്ട് ശുശ്രൂഷ ചെയ്യുക. മിശ്രം എന്താണ്? ശുശ്രൂഷക്കാരായിട്ട് വിളിച്ചിരിക്കുക. അവനെ ശുശ്രൂഷിക്കാനും മറ്റുള്ളവരെ ശുശ്രൂഷ കൊടുക്കാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഉത്തമ സാക്ഷിയായി തീരണം കേട്ടാ. ഹല്ലേലൂയ. നല്ല പ്രവൃത്തികൾ, അവൻ വിശ്വസിക്കുമ്പോൾ ഉളവാകുന്ന നല്ല പ്രവൃത്തികൾ. 1, 3 പറഞ്ഞോളൂ. ഇതിന്റെ കുറെ ഉണ്ട്. 3 പറഞ്ഞ് കൂടുതൽ പറഞ്ഞാൽ എടുക്കില്ല. അതുകൊണ്ടാണ് 3 മാത്രം നിർത്തിയത്. ഹല്ലേലൂയ. 1, അവനെ അനുഗമിക്കുക. 2, അവനെ അറിയുക. കൂടുതൽ വചനം വായിക്കുക. ഹല്ലേലൂയ. കൂടുതൽ വചനം വായിക്കുമ്പോൾ കൂടുതൽ വിശപ്പ് വരും. ഇതാ ഈ പ്രത്യേകത. അതാണ് ഈ കൂടുതൽ. ഞാൻ എൻ്റെ സുഹൃത്ത് ഒരു പറ ചോറ് തിന്നുമായിരുന്നു. ഞാൻ പറയണമാതിരി ഇത് എവിടെ പോണതെല്ലാം കൂടെ ഇങ്ങനെ. അവൻ പെൻസിൽ പോലെ ഇരിക്കണത്. ഒരു പറ ചോറ്. എനിക്ക് അവൻ്റെ കൂടെ ഇരിക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, പ്ലീസ് എൻ്റെ കൂടെ ഇരിക്കണ്ട, എനിക്ക് നാണോ, ഞാനീ കഴിക്കണ ഇതാണ്, ഇത്ര ഞാൻ കഴിക്കണം, നീ ആ കഴിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന എനിക്ക് നാണോ, നീ വേറെ കൊടുത്തും പോയിരിക്കണമെന്ന് പറഞ്ഞു. അവനിങ്ങനെ നല്ല വിശപ്പാ, ഓരോ പ്രാവശ്യം വിശപ്പ്. പക്ഷെ അവൻ പെൻസിൽ പോലെ ഇരിക്കണം കേട്ടോ, നല്ല തീറ്റ. പക്ഷെ അത് ആത്മീയ തലത്തിലാണെങ്കിലേ ഇനിയും വിശപ്പ് വരും. 5 ചാപ്റ്റർ വായിക്കുന്നവൻ പാസ്റ്റർ 3 ചാപ്റ്റർ വായിക്കാൻ പറഞ്ഞ പാസ്റ്റർ പോരാ, 5 ചാപ്റ്റർ ആണെന്ന് പറയും. 5 ചാപ്റ്റർ വായിക്കാൻ 10 ചാപ്റ്റർ ആണ്. കൂടുതൽ എനിക്ക് ഇനിയും വേണം, കൂടുതൽ വേണം, കൂടുതൽ വിശപ്പ് വരും. കൂടുതൽ കഴിച്ചാൽ പറഞ്ഞ അടുത്തോളം പറ, വിശപ്പില്ലെങ്കിൽ കൂടുതൽ കഴിക്കാൻ പറ. കൂടുതൽ കഴിച്ചാൽ കൂടുതൽ വിശപ്പ് വരും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആമേൻ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക. 2, അറിയുക എന്ന് പറഞ്ഞാൽ അവൻ വസിക്കുക. എനിക്കെല്ലാം പറയാൻ സമയം ഉണ്ടാവില്ല. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. 3-ാമത്തെ കാര്യം അവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ജീവിതം കൊടുക്കുക, അവനെ ശുശ്രൂഷിക്കുക, അവന് വേണ്ടി ശുശ്രൂഷിക്കുക, അവനെ ശുശ്രൂഷിക്കുക, അവന് മഹത്വം കൊടുക്കുക. എപ്പോഴും സ്തുതികളെ നിങ്ങളുടെ വായിൽ വരട്ടെ. അവൻ നല്ലവൻ, എന്റെ ദൈവം നല്ലവൻ. ഹിസ് mercies endures forever. അവന്റെ ദയ എന്നേക്കുമുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്. എന്റെ ഉടയവനായ അവൻ എനിക്ക് വേണ്ടി തന്നെ സകല നന്മയ്ക്കായി തീർക്കുമെന്നതിന്റെ വായിൽ നിന്ന് എപ്പോഴും അവന്റെ നല്ല കാര്യങ്ങൾ ഒഴുകട്ടെ. അവനെ ആരാധിക്കുവാൻ കൂട്ടുവരുത്തിയ പരിശുദ്ധാത്മാവിലെ ആ സ്നേഹത്തെയോർത്ത് കരുതലിയോർത്ത് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകലും കർത്താവേ, അവന്റെ നന്മയിൽ നിന്ന് ഓഹരി അവിടുത്തെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ, അവിടുത്തെ വിശുദ്ധന്മാർക്ക് വേണ്ടി കൊടുക്കുവാൻ, കർത്താവേ അവിടുത്തെ രാജ്യങ്ങളെ സ്ഥാപിക്കുവാൻ, അവരുടെ സഭകളെ സ്ഥാപിക്കുന്നതൊക്കെ ആയിട്ട് നമ്മുടെ കരകളെ ശക്തിപ്പെടുത്തിയതും അവന്റെ കൃപയാണ്. ഒരുമിച്ച് ഭക്ഷിക്കുവാനും പാലം ചെയ്യുവാനും ഒരപ്പന്റെ മക്കൾ എന്ന പോലെ നമുക്ക് കർത്താവ് നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കരകൾ നൽകിയതും ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതും മനസാക്ഷിക്ക് കർത്താവ് കുറ്റം വിധിക്കാതെ നിൽക്കുവാനും അങ്ങനെ കൃപക്കായി നന്ദി പറയുന്നു.
കർത്താവ് സ്തോത്രം ചെയ്യും. പരിശുദ്ധായ സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽ ഞങ്ങൾ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. ആദ്യം മുതൽ അവസാനം വരെ തിങ്ങി നിന്ന് പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ ദാസനോട് കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആ 3 കാര്യം വളരെ ശ്രദ്ധയോടെ കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രമിച്ചു വെച്ച് കർത്താവ് അത് ഞങ്ങളുടെ ജീവിതമായി മാറുവാൻ വായിക്കുന്ന വചനങ്ങളെല്ലാം ആ വചനത്തിനകത്ത് കിടക്കുന്ന ജീവനും ആത്മാവിനും പ്രാപിച്ചുകൊണ്ട് കർത്താവ് ഈ ജീവിതത്തിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, വചനം സംസാരിക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുന്ന ആ വചനത്തിനകത്തുള്ള ജീവനെയും ആത്മാവിനും നമ്മൾ അകത്തുണ്ടെങ്കിൽ നാം സംസാരിക്കുന്ന ഓരോ വാക്ക് വചനത്തിന് മേലും ആ ജീവനും ആത്മാവിനും വ്യാപരിച്ച് അനേകരെ സൗഖ്യമാക്കി അനേകരെ അത് കർത്താവ് ആ പാപത്തിൽ വചനം കൊടുക്കാൻ തക്കവണ്ണം, ഈ പാപബോധം കൊടുക്കാൻ തക്കവണ്ണം ആ വചനങ്ങൾ ഉദകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വന്നവരെല്ലാം അനുഗ്രഹിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ കൂടെ കർത്താവ് അങ്ങ് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട് കർത്താവ്, ശാരീരികമായി കർത്താവ് ഒട്ടനവധി ബുദ്ധിമുട്ടുള്ളവർ ഞങ്ങളുടെ നടുവിലുണ്ട്. വ്യത്യസ്തമായ കുടുംബജീവിതങ്ങളാലും ഭാരങ്ങളാലും ആവരാധികളാൽ ജീവിക്കുന്നവർ ഞങ്ങളുടെ നടുവിലുണ്ട് കർത്താവ്. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കർത്താവ് സകലത്തിലും മതിയായവനെന്ന് ഞങ്ങൾ ഒരു വട്ടം കൂടി ഏറ്റുപറയാണ്. ഇന്ന് പകൽ കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ നാട്ടിൽ അവസാനം വരെ ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾ ആരാധിക്കുവാൻ, ഞങ്ങൾക്ക് കൊടുക്കുവാൻ, കേൾക്കുവാൻ സഹായിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുമിച്ച് ഞങ്ങൾ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിനെ ആമേൻ. ആമേൻ. നമുക്ക് ആശീർവാദങ്ങൾ പടക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസാര കൂട്ടായ്മയും കർത്താവിനെ വചനം പ്രസംഗിച്ച കർത്താവിന്റെ ദാസരോടും കർത്താവിലെ ആഗ്രഹം ഓരോ വ്യക്തികളോടും യേശുവിന്റെ മേഘ പ്രത്യക്ഷതയെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ചെയ്യുന്ന കർത്താവിനെ വിശുദ്ധ കരങ്ങളെ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം